വീരസഖാവേ 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 വിഎസ് വീരസഖാവേ വിഎസ് വീരസഖാവേ വിഎസ് വീരസഖാവേ വിഎസ് ഇല്ല മരിക്കില്ല ഇല്ല മരിക്കില്ല ഇല്ല മരിക്കില്ല ഇല്ല മരിക്കില്ല ഇല്ല മരിക്കില്ല അതിവൈകാരികമായ മുദ്രാവാക്യം വിളികളാണ് അവിടെ മുഴങ്ങുന്നത്. ഒരു സമര നൂറ്റാണ്ടാണ് ഈ അവസാനിക്കുന്നത്. തൊഴിലാളികളുടെ VS, കണ്ണേ കരളെ VS എന്ന് നെഞ്ചുപൊട്ടി വിളിക്കുകയാണ്. അത്യാവേശത്തിൽ മുഷ്ടി ചുരുട്ടി ഉയർക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജനങ്ങൾ, അണികൾ, സാധാരണക്കാരായ മനുഷ്യർ, തൊഴിലാളികൾ. ആ നേതാവ് അവരിലുണ്ടാക്കിയ ആവേശവും അവരിലുണ്ടാക്കിയ പ്രതീക്ഷയും ചെറുതല്ല. അവർക്ക് നേടിക്കൊടുത്ത അവകാശങ്ങൾ ചെറുതല്ലാത്ത നിയമനിർമ്മാണങ്ങളാണ് അദ്ദേഹം കേരളത്തിനായി കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം ചരിത്രമാണ്, രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ്. വരും തലമുറയ്ക്കും കാണാനും മനസ്സിലാക്കാനും ഉതകുന്ന വിധത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രരേഖ തന്നെയാണ് VSന്റെ ജീവിതമെന്നത് ഈ ജനാവലി സാക്ഷി. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജനഹൃദയങ്ങളിൽ അധികം എന്താ പറയുക, വല്ലാതെ വികാരം ഉൾക്കൊള്ളുന്ന എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പടനായകനല്ലേ VS ഒരു പ്രപഞ്ച സത്യം. മരിക്കില്ല, ഒരിക്കലും മരിക്കില്ല. നമുക്ക് ആരും എടുത്തു കാണിക്കാനില്ലല്ലോ. നമ്മുടെ ചങ്കിലെ തീയല്ലേ. VS ഇല്ലാത്ത ഒരു കേരളമാണ് ഇനി വലിയ പ്രയാസത്തിലും ദുഃഖത്തിലുമാണ്. അവസാനമായിട്ട് കാണാൻ വന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി. VS ഇല്ലാത്ത ഒരു നാളെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു നിമിഷത്തിലാണ്. നമ്മുടെ തലമുറ, അടുത്ത തലമുറ അവരിലൂടെ ജീവിക്കും. അയ്യോ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരി. അവകാശമില്ലാതിരുന്ന കാലത്ത് അരിവാളുയർത്തി അധികാരം. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന ദൗത്യമാണ് ആദ്യം P. കൃഷ്ണപിള്ള VSന് നൽകിയത്. അത്തരത്തിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആദ്യം നടത്തുന്നു. പിന്നെ നമ്മൾ VSന്റെ സമര പോരാട്ടങ്ങൾ ഒന്നൊന്നായി കാണുകയാണ്. ഈ പറഞ്ഞ പോലെ പരിസ്ഥിതി സ്നേഹികൾക്ക് ഒരു VS, പരിസ്ഥിതി പോരാട്ടങ്ങൾ നടത്തുന്ന VS. എണ്ണമറ്റ സമര പോരാട്ടങ്ങൾക്ക് എക്കാലവും ചോരയും ജീവനും
സമരാവേശം തുടരുകയാണ്. വലിയ മുദ്രാവാക്യം വിളികളുമായി തങ്ങളുടെ നേതാവിനെ അവർ ഏറ്റുവാങ്ങുകയാണ് ഓരോ നഗരങ്ങളിൽ നിന്നും.